ഹലോ, ഒരു സ്മോൾ ഈവനിങ് വ്ലോഗാണിത്. അതെ, നമ്മളെ കോഴിക്കോട് ബീച്ചിൽ കോഴിക്കോട് ബീച്ചിന്റെ ഭംഗി ഞാൻ പ്രത്യേകിച്ച് പറയണമെന്നില്ലല്ലോ. ഇവിടെ വരുന്ന ഓരോരുത്തർക്കും 2 ലക്ഷ്യങ്ങളായിരിക്കും ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. ഒന്ന്, ഇഷ്ടമുള്ള ആൾക്കാരോടൊപ്പം നല്ല ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക. രണ്ടാമത്തത് ബീച്ചിലെ സ്നാക്സ്, ഐസുരുതി, കല്ലുമ്മക്കായ, കാടമുട്ട, കോളിഫ്ലവർ പൊരിച്ചത്. ആഹാ, വേറെന്ത് വേണം? ഇനി നിങ്ങൾ പറ, ബീച്ച് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് സ്നാക്സ് എന്താണ്? ഈ ഈവനിങ്ങിൽ ബീച്ച് എന്ത് ഭംഗിയായിട്ടാണ് ഉള്ളത്. പിന്നെന്താ, ഞങ്ങൾ കുറെ ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു. പിന്നെ അനിയത്തി തതന്റെ മോനും കൂടെ വെള്ളത്തിൽ കളിച്ചു. ഹെമിൻ എന്തായാലും നല്ല ഹാപ്പി ആയിട്ട്. തതന്റെ കല്യാണം കഴിഞ്ഞിട്ട് 7 years ആയി. ഇത്രയും കൊല്ലമായിട്ടും ഒരു ബർത്ത്ഡേയോ ആനിവേഴ്സറിയോ ഇവർ രണ്ടാളും പരസ്പരം മറന്നിട്ടുമില്ല, ഗിഫ്റ്റുകൾ കൊടുക്കാതിരുന്നിട്ടുമില്ല. അങ്ങനെ ഇക്കാക്കന്റെ വക ഇത്താതക്കുള്ളൊരു ഗിഫ്റ്റ് ആണ് കേട്ടോ ഇത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇക്കാക്ക് ഒരു ബർത്ത്ഡേ പോലും മിസ് ചെയ്തിട്ടില്ല. മാഷാഅല്ലാഹ്, ചെറുതായാലും വലുതായാലും ആ എഫേർട്ടാണ് എടുക്കുക. ഇനി നമുക്ക് സ്നാക്സ് കഴിക്കാം. ഇത് കോളിഫ്ലവർ പൊരിച്ചതാട്ടോ, അതിന്റെ കൂടെ ചമ്മന്തിയൊക്കെ ഇട്ടിട്ടുണ്ട്. മിക്സഡ് ഐസുരുതി. കുറെ ആൾക്കാർ ഇതിന്റെ ഫാനാണെന്ന് തോന്നുന്നു, പക്ഷെ ഞാൻ ഒട്ടും ഇതിന്റെ ഫാനല്ല. ഐസുരുതി ആണോ അതെനിക്ക് മധുരമുള്ളതാണ് ഇഷ്ടം. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം ഒന്ന് കമന്റ് ചെയ്യും. ഞാനൊരു മധുരത്തിന്റെ ഐസുരുതി, ഉപ്പൊരു ചായയും കൂട്ടത്തിൽ ഞങ്ങൾ ഐസ്ക്രീമും കഴിച്ച്. ബീച്ചിൽ വരുന്നവർക്ക് ഉപ്പിലിട്ടതും ഒരു വികാരമാണ്. അങ്ങനെ ഉപ്പിലിട്ടതിനോടൊക്കെ ചച്ച ബൈബൈ പറഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് TNTയിലേക്ക് ഷവായ കഴിക്കാനാട്ടോ ഞങ്ങൾ പോയത്. ഇവിടുത്തെ ഷവായക്ക് ഒരു പ്രത്യേക രസമാണ്. അങ്ങനെ ഷവായക്ക് കാത്തിരുന്ന് ഒടുക്ക ഷവായ എത്തിയിട്ടുണ്ട്. ഇതിന്റെ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ കഴിച്ചു തുടങ്ങി. ഇത് കഴിച്ചവർക്കറിയാം ഇതിന്റെ ചിക്കൻ ഇത് സോഫ്റ്റ് ആണല്ലേ. ഒരു കാര്യം വിട്ടൂല്ലേ, ഇന്ത്യ പാക്ക് മാച്ച് അടക്കിയിരുന്നു. ഇവിടെ പകുതി ആൾക്കാർ ഫുഡ് കഴിക്കുന്നത് TVയിലേക്ക് നോക്കിയിട്ടാണ്. തിന്നിട്ട് കാണണോ അല്ലെ കണ്ട ശേഷം തിന്നണോ ഒന്നും വേണ്ട, കണ്ടുകൊണ്ട് കഴിക്കാം. ഇതൊക്കെ കഴിഞ്ഞ് പോകുന്ന വഴിക്കാണ് കിഡ്സിന്റെ ഷോപ്പ് ഉണ്ട്. എന്നാ ഒന്ന് കയറി നോക്കിയേക്കാന്ന് കരുതിയപ്പോ നല്ല റേറ്റ് കുറവിലൊക്കെ ഇവിടെ ഡ്രസ്സസ് ഉണ്ട്. മക്കൾക്കൊക്കെ ഡ്രസ്സ് എടുത്തിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഞങ്ങളുടെ ആ ഒരു ദിവസം ഇവിടെ കഴിയാണ്. ഇനി നാളെ പുതിയ വിശേഷമായിട്ട് കാണാം.